സന്തോഷം കാണുമ്പോണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് അവരുടേത്. ആ ആഗ്രഹങ്ങൾ അവര് ഇപ്പോ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് നിറം കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കാണാനും സാധിക്കും. 70 വയസ്സായി അതിനുള്ളിൽ ആദ്യത്തെ സംഭവം ഞങ്ങളുടെ എത്ര നാളത്തെ ആഗ്രഹമാണ് ഒരു പാലം വരുന്നത്. സഖാവേ, പാലം ഇല്ലെങ്കിലും അവരങ്ങ് പോവും പഴയതുപോലെ. കണ്ണൂര് കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയാണ് അല്ല, മനസ്സിലായോ? പക്ഷേ ഇരുന്ന് തൂറാൻ ഒരു കക്കൂസില്ലെങ്കിൽ, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, കിടക്കാൻ വീടില്ലെങ്കിൽ, കാണാൻ കരണ്ടില്ലെങ്കിൽ വലിയ പാടാ. സഖാവ് ഇതല്ലോ കുഴപ്പമില്ല, സഖാവ് കുഴപ്പമൊന്നുമില്ല. സഖാവ് സഹോദരി നല്ല വീടുണ്ട്, നല്ല കക്കൂസുണ്ട്, വെട്ടമുണ്ട്, കുടിക്കാൻ 2 റിയാലിൻ്റെ 3 റിയാലിൻ്റെ വെള്ളമുണ്ട്. ഇതില്ലാത്ത ആൾക്കാരുണ്ട് സഖാവേ. നിങ്ങളുടെ പിണറായി വിജയൻ സാറിൻ്റെ മണ്ഡലത്തിൽ കണ്ടു. വസ്തുവില്ലാത്തവർ, ഒരു നേരം കഴിക്കാൻ ആഹാരമില്ലാത്തവർ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു. ഇവിടെ അദാലത്ത് വെച്ചപ്പോ ഒരു കുന്തവും ചെയ്തു കൊടുക്കാത്തത് നാണക്കേടാണ്. പിണറായി വിജയ കുടിവെള്ളം പോലുമില്ല ഈ പാവപ്പെട്ടവർക്ക്. എന്തിനാണ് നിങ്ങൾ കേരളം ഭരിക്കുന്നത്? അമ്മേ, എന്താ ഉള്ളത്? ഒന്നുമില്ല. കുടിവെള്ളം ഉണ്ടോ? ഇല്ല. കക്കൂസുണ്ടോ? ഇല്ല. വീടുണ്ടോ? ഇല്ല. നമ്മളെ സ്ഥലം ആളുള്ള ഫാമിലി കിട്ടിയിട്ട് അതിന്റെ താനന്റെ ശല്യം ഇല്ല. കുടിവെള്ളം ഇല്ല, കണ്ടില്ല. കാര്യമായിട്ട് കുടിവെള്ളമുണ്ട്. കുടിവെള്ളമില്ല. മെയിനായിട്ട് കുടിവെള്ളം. കുടിവെള്ളം എല്ലാരും കുടിവെള്ളം അല്ലേ? ഏത് പഞ്ചായത്ത് ഏതാ? പേരാവൂര് പഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിൽ. വാർഡ് എത്ര? 2-ാം വാർഡ്. വോട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയില് ധർമ്മടം പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ്. ഇവിടെ ഒരു അദാലത്ത് നടക്കുവാണ്. എത്ര പട്ടിണി പാവങ്ങളാണെന്നറിയാമോ? ഇതേ കണക്ക് ഈ അദാലത്തും കൊണ്ട്, ഈ അപേക്ഷയും കൊണ്ട് ഇവിടൊക്കെ കയറി ഇറങ്ങുന്ന അറിയോ? നാണക്കേടാണ്. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? നമ്മളെ പ്രശ്നം കുടിവെള്ളമില്ല, കറണ്ടില്ല, വീടില്ല. കുടിവെള്ളമില്ല, കറണ്ടില്ല, വീടില്ല. എവിടെ താമസിക്കുന്നത്? നമ്മള് പേരേരി പഞ്ചായത്തിലാണ്. പേരേരി പഞ്ചായത്തില്. ഇതാ സന്തോഷം ഇവർക്ക് സാധിച്ചു കൊടുക്കുക. അല്ല, ഇത്രയും നാൾ പാലം ഇല്ലാത്തതിൻ്റെ പേര് അവർ വന്ന പോലെ പോകും, അല്ലെങ്കിൽ തോണി തന്നെ പോകും. ഇപ്പോൾ സിനിമ കാണുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പം പിണറായി സർക്കാർ ഒരു പാലം പണി കൊടുത്ത് അവിടെയുള്ള ആൾക്കാർ സിനിമയ്ക്ക് പോകാൻ അത്രയ്ക്കൊരു സന്തോഷമൊന്നുമില്ല. ഇതാ സന്തോഷം. ഇവർക്ക് കുടിക്കാൻ വെള്ളം വേണം, ഇരുന്ന് നല്ല സമ്മാനത്തിൽ തൂറാൻ ഒരു കക്കൂസ് വേണം. അത്രയ്ക്കൊരു സന്തോഷമൊന്നുമില്ല. ഇതാ സന്തോഷം. ഇവർക്ക് കുടിക്കാൻ വെള്ളം വേണം, ഇരുന്ന് നല്ല സമ്മാനത്തിൽ തൂറാൻ ഒരു കക്കൂസ് വേണം, കിടന്നുറങ്ങാൻ ഒരു പേര വേണം, കാണാൻ കരണ്ട് വേണം. അതിനെക്കുറിച്ച് വിടുകി. നിങ്ങളുടെ നേതാവും അത് പറയും. അത് പറഞ്ഞ് വാങ്ങിക്കൊടുത്തിട്ട് സന്തോഷിച്ചാൽ പോരെ. എന്തിനാ പാലം പണിഞ്ഞൊരു സന്തോഷിക്കുന്നത്? ഇത് 1980 കഥയല്ല, 2024 കഥ പറയുന്നത്. മനസ്സിലായോ? ടാറ്റ.